കഥയുടെ തുടക്കത്തിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള ജിമ്മി അവന്റെ ബോട്ടും എടുത്ത് കടലിൽ മീൻ പിടിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ബോട്ടും എടുത്ത് കടലിന്റെ നടുവിൽ ചെല്ലുന്നുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് ബോട്ട് നിർത്തിയിട്ടിട്ട് അവന്റെ ചൂണ്ടെടുത്ത് മീൻ പിടിക്കാനായിട്ട് തുടങ്ങും. ഈ മീൻ പിടിക്കുന്ന നേരത്ത് ഒരുപാടധികം മഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. മുമ്പിൽ എന്താണെന്ന് അറിയാൻ പാടില്ല, സൈഡിൽ എന്താണെന്ന് അറിയാൻ പാടില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. പെട്ടെന്നായിരിക്കും അവന്റെ ബോട്ടിൽ എന്തോ വന്ന് ഇടിക്കുന്നത്. അത് നോക്കുമ്പോൾ വലിയൊരു ബോട്ടാണ്. അവന്റെ ബോട്ടിനേക്കാൾ ഒരുപാടധികം വലുപ്പമുള്ള ഒരു ബോട്ട്. ഇപ്പൊ അവനെ ചെറുതായിട്ട് ഇടിച്ചല്ലോ. ആ ബോട്ടിൽ ആരാണെന്ന് അറിയാനായിട്ട് അവന്റെ ബോട്ട് എടുത്ത് വലിയ ബോട്ടിന്റെ സൈഡിലോട്ട് പോവുകയാണ്. അവൻ ആ ബോട്ടിന്റെ സൈഡിൽ ചെന്നിട്ട് വിളിച്ച് ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ, അവിടെ ആരെങ്കിലും ഉണ്ടോന്ന്. എന്നാൽ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആരും വിളി കേൾക്കുന്നില്ല. കുറെ തവണ വിളിച്ചു നോക്കും. ഇനി അതിന്റെ അകത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് വിചാരിച്ച് അവന്റെ ബോട്ട് എടുത്ത് അവിടെ കെട്ടിയിട്ട് വലിയ ബോട്ടിലോട്ട് കയറി ചെല്ലും. അങ്ങനെ കയറി ചെന്ന് നോക്കുമ്പോഴാവട്ടെ ആരെയും കാണാനില്ല. ഈ വലിയ ബോട്ടിന് താഴെ തന്നെ ബെഡ്റൂം ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ആ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങി ചെല്ലും. അവിടെ എല്ലാം പരതി നടന്നിട്ടും ആരെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബോട്ടിന് റേഡിയോ സെക്ഷൻ ഉണ്ട്. റേഡിയോക്ക് ഇരിക്കുന്ന ഒരു സ്ഥലം. അവിടെ ചെന്ന് റേഡിയോ എടുത്ത് പുറത്തുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ എത്രയോ തവണ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടും കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ബോട്ടിന്റെ മുകൾ ഭാഗത്ത് വന്നിട്ട് അവന്റെ ബോട്ട് എടുത്ത് പോവാന്ന് വിചാരിക്കും. എന്നാൽ അവന്റെ ബോട്ട് വന്ന് നോക്കുമ്പോൾ അവൻ കെട്ടിയിട്ടിരുന്ന ആ ബോട്ട് കാണാനായിട്ടില്ല. അതെങ്ങനെ അവിടെ നിന്ന് ഒഴുകിപ്പോയി. അവന് പോകാനായിട്ട് വേറെ മാർഗവും ഇല്ല. ഈ ബോട്ടിൽ വേറെ ആരും ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് അവൻ അറിയാൻ പാടില്ല. ഈ ബോട്ട് സ്റ്റാർട്ടാക്കാൻ പറ്റുമെന്ന് അറിയാനായിട്ട് ഈ ബോട്ട് സ്റ്റാർട്ടാക്കുന്നിടത്ത് വന്ന് അത് സ്റ്റാർട്ടാക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഈ ബോട്ട് സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ടോ അത് സ്റ്റാർട്ടാവുന്നുമില്ല. അവന്റെ ബോട്ട് ചുറ്റുഭാഗത്ത് വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിട്ട് അവൻ ബൈനാക്കുലർ വെച്ച് നോക്കുന്നുണ്ട്. എന്നാൽ അവന്റെ ബോട്ടിനെയൊന്നും കാണാനായിട്ടില്ല. അങ്ങനെ സമയം കടന്നു പോകുന്നതനുസരിച്ച് ചുറ്റുമുള്ള മഞ്ഞെല്ലാം മാറിപ്പോവാണ്. ഇപ്പൊ ചുറ്റും ക്ലിയർ ആണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവൻ എങ്ങോട്ടാ പോണ്ടേന്ന് അറിയാൻ പാടില്ല. ഇവൻ കടലിന്റെ ഏത് ഭാഗത്താണ്, എങ്ങോട്ട് പോയാലാണ് കര കണ്ടെത്താൻ പറ്റുക എന്നൊന്നും അറിയത്തില്ല. ഇവനൊരു മാപ്പ് എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. അതിലൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഈ ബോട്ടിന്റെ കോമ്പസ് നോക്കാനായിട്ട് പോകും. എന്നാൽ കോമ്പസ് ആണെങ്കിൽ വർക്കിംഗ് അല്ല. അതുകൂടെ കാണുമ്പോൾ അവൻ ആകെ ഭ്രാന്തെടുക്കുകയാണ്. ഇവിടെ നിന്ന് എന്തായാലും രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല എന്ന് അവന് മനസ്സിലായി. എഞ്ചിൻ സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ടായില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാറ്റിന്റെ ദിശയ്ക്ക് ബോട്ട് പോകാനായിട്ട് ഈ ബോട്ടിൽ തന്നെ തുണികളുണ്ട്. ആ തുണികളെല്ലാം വലിച്ചു കെട്ടുകയാണ് കാറ്റിന്റെ ദിശയിൽ പോകാനായിട്ട്. അതൊക്കെ വലിച്ചു കെട്ടും. അങ്ങനെ ബോട്ട് അനങ്ങി തുടങ്ങുകയാണ്. കടലിൽ കൂടെ അങ്ങനെ അനങ്ങി തുടങ്ങുകയാണ്. അതും കാറ്റിന്റെ ദിശ അനുസരിച്ച്. പിന്നീട് അവൻ എഞ്ചിൻ എന്താ വർക്കാവാത്തെന്ന് അറിയാനായിട്ട് എഞ്ചിന്റെ ഭാഗത്ത് ചെന്ന് അത് ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ കുറച്ച് പണികൾ അതിനകത്ത് ചെയ്ത് അത് അവസാനം ശരിയാക്കി ഇടുകയാണ്. എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ടായല്ലോ. ആ സന്തോഷത്തിൽ അവൻ കുറച്ചു നേരം വന്ന് ബോട്ട് ഓടിച്ചിട്ട് വീണ്ടും റേഡിയോ എടുത്ത് സംസാരിക്കാനായിട്ട് പോകും. അങ്ങനെ റേഡിയോ എടുത്ത് സംസാരിക്കുമ്പോൾ ആരും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈ റേഡിയോ കണക്ട് ആവുന്നില്ല. അവൻ ആകെ വിഷമിച്ച് വീണ്ടും പുറത്തു വന്ന് ബോട്ട് എടുത്ത് പോകാനായിട്ട് നോക്കും. അതിന്റെ ഇടയിലായിരിക്കും അവന് മൂത്രം ഒഴിക്കാനായിട്ട് വിട്ട്. അതുകൊണ്ട് തന്നെ അവൻ മൂത്രം ഒഴിക്കാനായിട്ട് കടലിലോട്ട് സിബും തുറന്ന് നിൽക്കുകയാണ്. പക്ഷെ ഈ ബോട്ടിൽ തന്നെ കുറച്ചധികം കമ്പികളുണ്ട്. അതിലൊരു കമ്പി വന്ന് അവന്റെ ദേഹത്തടിച്ച് അവൻ ബോട്ടിൽ നിന്ന് താഴെ മറിഞ്ഞു വീഴാനായിട്ട് പോകും. കടലിൽ മറിഞ്ഞു വീഴാനായിട്ട് പോകും. പക്ഷെ അവൻ വിട്ടുകൊടുക്കാതെ ആ കമ്പിയിൽ എങ്ങനെയെങ്കിലും തൂങ്ങി കിടക്കുന്നുണ്ട്. അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞു കയറി ബോട്ടിൽ തിരിച്ചു കയറുകയാണ്. അവൻ വീഴാൻ പോയത് കൊണ്ട് തന്നെ അവന് മൂത്രമൊഴിച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ബോട്ടിന്റെ അകത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. അവിടെ പോയി ഒഴിക്കാന്ന് വിചാരിച്ച് ആ ടോയ്ലറ്റിൽ പോയി ഒഴിക്കും. അവൻ ഡോറൊക്കെ തുറന്നിട്ടിട്ടാണ് ഒഴിക്കുക. പക്ഷെ പെട്ടെന്ന് തന്നെ ആയിരിക്കും ആ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് അടഞ്ഞു പോവുക. അപ്പൊ മൂത്രം ഒഴിക്കുന്ന ശ്രദ്ധയിലായത് കൊണ്ട് തന്നെ അത് വലുതായിട്ട് കാര്യമാക്കിയില്ല. മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഡോർ തുറക്കാനായിട്ട് നോക്കുമ്പോൾ അത് തുറക്കുന്നില്ല. ആരോ ലോക്ക് ആക്കിയതുപോലെ അത് വലിച്ചു തുറക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാലും നടക്കുന്നില്ല. വേറെന്തെങ്കിലും മാർഗം കണ്ടെത്താന്ന് വിചാരിച്ച് ആ ടോയ്ലറ്റിൽ തന്നെ ഒരു ഷെൽഫ് ഉണ്ട്. അത് തുറന്നിട്ട് അതിൽ നിന്നൊരു കത്രിക എടുക്കും. അതെടുക്കാൻ നേരത്ത് അതിനകത്ത് ബ്ലഡിന്റെ കറ പറ്റിയിരിക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. ആരുടെ ദേഹം മുറിഞ്ഞിട്ട് ബ്ലഡ് ആയതുപോലെ. പക്ഷെ അവൻ അറിയത്തില്ല. ഇതൊന്നും അവൻ മൈൻഡ് ചെയ്യാതെ ആ കത്രിക എടുത്ത് വീണ്ടും ആ പൂട്ട് കുത്തി തുറക്കാനായിട്ട് നോക്കും. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. അങ്ങനെ കുറെ നേരം അവൻ ആ ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കും. എങ്ങനെ ശ്രമിച്ചിട്ടും അത് തുറക്കുന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും അവിടുത്തെ റേഡിയോ ഡിവൈസിൽ നിന്ന് സംസാരം കേൾക്കുക. ആരോ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ വലിയൊരു ബോട്ടിൽ വരികയാണ്, നിങ്ങളുടെ ബോട്ട് ഞങ്ങളുടെ നേർക്ക് വരികയാണ്, എത്രയും പെട്ടെന്ന് തിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവര് സംസാരിക്കുക. ഇവനാകെ സംശയപ്പെട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ വലിയൊരു ബോട്ട് അവന്റെ ബോട്ടിന് നേരെ വരുന്നുണ്ട്. അത് വലിയ ബോട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഇത് ചെറിയ ബോട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ച് രക്ഷപ്പെടാം. എന്നാൽ തിരിക്കാനായിട്ട് ആളില്ല. അതുകൊണ്ട് ആ ഷിപ്പിലുള്ള ആൾക്കാർ ഇവനോട് തിരിച്ച് മാറിപ്പോകാനായിട്ട് പറയാണ്. ഇവന് തിരിക്കാനായിട്ട് യാതൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെ ഡോറെല്ലാം ചവിട്ടി പൊളിക്കാനായിട്ട് നോക്കും. പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് കഴിയുന്നില്ല. അവസാനം വേറെ മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. അവൻ നേരത്തെ നോക്കിയ ആ ഒരു ഓപ്പണിംഗ് അതുവഴി തല പുറത്തിടാനായിട്ട് നോക്കും. എന്നാൽ അതുവഴി തല പുറത്തിടാനായിട്ട് നോക്കുമ്പോൾ തല പുറത്തു പോകുന്നതുമില്ല. അവന്റെ തലഭാഗം മുറിയുകയും ചെയ്യുന്നുണ്ട്. അവൻ എങ്ങനെയെങ്കിലൊക്കെ തല അകത്ത് വലിച്ചിട്ടിട്ട് അവന്റെ ഷർട്ട് ഊരി പുറത്തിട്ട് കൈയിട്ട് ആട്ടാനായിട്ട് തുടങ്ങും. രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. എന്നാലും ആ ഷിപ്പിലുള്ള ആൾക്കാർ കാണുന്നില്ല. അവസാനം വേറെ മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ പുറത്ത് കൈയിട്ട് പുറത്തുനിന്ന് ഒരു കയറെടുക്കുന്നുണ്ട്. ആ കയറിൽ ഒരു കെട്ടിട്ടിട്ട് ആ കയറ് പുറത്തോട്ട് എടുത്തിടും. ഈ കയറ് പോയി ആ മോട്ടറിൽ കുരുങ്ങുവാണെങ്കിൽ മോട്ടോർ വർക്കാവാതെ സ്റ്റക്കാവും. ബോട്ട് അനങ്ങത്തില്ല. ആ ഷിപ്പുമായിട്ട് കൂട്ടിയിടിക്കത്തില്ല. അതാണ് അവന്റെ പ്ലാൻ. അതുപോലെ തന്നെ അവൻ ഒരു കെട്ടിട്ട് ആ കയറെടുത്ത് പുറത്തോട്ട് എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ആ കയർ അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ എഞ്ചിനിൽ
എഞ്ചിനിൽ കുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ എഞ്ചിനിൽ കുരുങ്ങിയ സമയത്ത് ഈ കയർ എഞ്ചിനിലോട്ട് വലിച്ചെടുക്കുകയാണ്. ഇവന്റെ കഴുത്തിൽ ആ കയർ കുടുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇവ ശ്വാസം മുട്ടി ആകെ തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അവനെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവസാനം പുറത്ത് കൈയിട്ട് അവിടെ നിന്ന് എന്തോ ഒരു കമ്പെടുക്കുന്നുണ്ട്. ആ കമ്പെടുത്തിട്ട് അത് ഉപയോഗിച്ച് ഈ കയർ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചൂരി കളയാണ്. ഇവ ഇത്രയും നേരം തൂങ്ങിക്കിടന്ന് ശ്വാസം മുട്ടിയത് കൊണ്ട് തന്നെ ആ ക്ഷീണത്തിൽ അവൻ താഴെ മയങ്ങി വീണു പോകും. അന്നേരമായിരിക്കും പെട്ടെന്നൊരു കുലുക്കം സംഭവിക്കുക. ആ ഒരു വലിയ ഷിപ്പ് ഈ ബോട്ടിൽ വന്ന് ഇടിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ചെറുതായിട്ടൊന്ന് തട്ടിയതേ ഉള്ളൂ. ആ ഷിപ്പിന്റെ പാട്ടിന് പോയി. ഈ ബോട്ട് അവിടെ തന്നെ നിപ്പുണ്ട്. ആ കടലിന്റെ ഭാഗത്ത് തന്നെ നിപ്പുണ്ട്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു പോകുമ്പോൾ അവൻ ബോധത്തിലോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ബോട്ടിനുള്ളിലോട്ട് വെള്ളം കയറുന്നുണ്ട്. അതവൻ അറിയുന്നില്ല. നേരത്തെ സംഭവിച്ച ആ ഒരു കുലുക്കത്തിന്റെ ഭാഗമായിട്ട് ബോട്ട് തകർന്നിട്ട് വെള്ളം കയറിയതായിരിക്കാം. അധികം വൈകാതെ തന്നെ ഈ ബോട്ട് മുങ്ങി പോവായിരിക്കാം, അറിയില്ല. അതുമാത്രമല്ല, ഈ ബോട്ട് മുമ്പോട്ട് അങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് തുണി കെട്ടിവെച്ചിട്ടുണ്ട്. കാറ്റിന്റെ ദിശയിൽ അത് അങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയെങ്കിലും നിർത്തിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇവന്റെ ഒരു കമ്പി ഉണ്ടായിരുന്നല്ലോ, ആ കമ്പി ഉപയോഗിച്ച് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പുറത്തുള്ള കയറ് അഴിച്ചു കളയും. ഇത് അത്ര മുറുകി കെട്ടുന്ന കയറല്ല, പകരം ഇതൊരു സെറ്റപ്പ് പോലെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്പിക്ക് തന്നെ ഊരിക്കളയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവൻ ഊരിക്കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ബോട്ടിന്റെ അനക്കം നിന്നിട്ടില്ല. അത് വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തുണി അവിടെ തൂങ്ങി കിടപ്പുണ്ട്. ബോട്ടിന്റെ അനക്കം നിൽക്കാത്തത് കൊണ്ട് തന്നെ അവൻ വീണ്ടും കൈ പുറത്തിട്ടിട്ട് അവിടെ നിന്നൊരു കയർ എങ്ങനെയെങ്കിലുമൊക്കെ അകത്തോട്ട് എടുക്കുകയാണ്. ആ കയറും ആ തുണിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ കയറ് പിടിച്ച് വലിക്കുകയാണെങ്കിൽ പുറത്തുള്ള തുണി മടങ്ങിപ്പോവും. അതുപോലെ തന്നെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു കയറ് പിടിച്ച് വലിക്കും. അവൻ വലിക്കുന്ന അനുസരിച്ച് ആ തുണി മടങ്ങി അവസാനം അത് ചുരുണ്ടു പോകുകയാണ്. ഇപ്പൊ തുണി തൂങ്ങി കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാറ്റിന്റെ ദിശ അനുസരിച്ച് ബോട്ട് അനങ്ങുന്നുമില്ല. അവന് സമാധാനമായി ഒരു സ്ഥലത്ത് സമാധാനപ്പെട്ട് അങ്ങനെ കിടക്കുകയാണ്. അവൻ ടോയ്ലറ്റിലാണ് കിടക്കുന്നത്. കിടക്കാനായിട്ട് വലിയ സ്ഥലമൊന്നുമില്ല. അതുമല്ല നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടത്തെ ഒരു പൈപ്പ് എടുത്തിട്ട് അവൻ വെള്ളം കുടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അതിൽ വെള്ളമില്ല. എവിടേക്ക് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അത് അവൻ വായിലോട്ട് ആക്കുന്നുണ്ട്. ദാഹം അടക്കി പിടിക്കുകയാണ്. പിന്നെയും ഒരുപാട് സമയം അങ്ങനെ കടന്നു പോകുന്നുണ്ട്. അവൻ നേരത്തെ എഞ്ചിനിലോട്ട് എറിഞ്ഞൊരു കയറില്ലായിരുന്നു. ആ കയറിന് അനക്കം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അത് പിടിച്ച് വലിച്ചു നോക്കും. വലിച്ചു നോക്കുമ്പോൾ അവൻ നേരത്തെ എറിഞ്ഞ വയറ് പൊട്ടി തിരിച്ചു വരികയാണ്. അത് ഓൾറെഡി പൊട്ടി കഴിഞ്ഞു. അതിനർത്ഥം എഞ്ചിൻ വർക്കിംഗ് ആണ്. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബോട്ട് അനങ്ങുന്നുണ്ട്. ബോട്ട് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു ദിശയില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് വെള്ളം ഇരച്ചു കയറി വരുന്നുണ്ട്. ഒരുപാട് വെള്ളമുണ്ട്. അവനത് കടൽ വെള്ളം ആണോ എന്ന് അറിയാനായിട്ട് അതെടുത്ത് കുടിച്ചു നോക്കും. അതെടുത്ത് കുടിച്ചു നോക്കുമ്പോൾ അത് കടൽ വെള്ളമല്ല, പകരം ഫ്രഷ് വാട്ടർ ആണ്. ഉപ്പില്ല. അത് കുടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവന് പുറത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലായി. എനിക്ക് നിങ്ങളുടെ വെള്ളമൊന്നും വേണ്ട, എന്നെ മര്യാദയ്ക്ക് തുറന്നു വിടുന്നു പറയുമ്പോൾ ആ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോവാണ്. അവൻ ഒരുപാട് ദാഹിച്ചിട്ട് അത് കുടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല. അത് വറ്റിപ്പോയി. അവൻ ആ ഒരു ദേഷ്യത്തിലും വിഷമത്തിലും അവിടെ ഇരുന്ന് അങ്ങനെ കരയുകയാണ്. പിന്നെ സമയം കടന്നു പോകുന്നതനുസരിച്ച് അവനുള്ള ടോയ്ലറ്റിലോട്ട് വീണ്ടും വെള്ളം ഇരച്ചു കയറി വരികയാണ്. ഇപ്രാവശ്യം അവൻ കുടിക്കുന്ന വെള്ളമാണെന്ന് കരുതി അത് കുടിക്കാനായിട്ട് നോക്കും. എന്നാൽ വായിൽ എടുത്തു വെച്ചതും അത് ഉപ്പ് വെള്ളമാണ്. അതിനർത്ഥം കടലിൽ നിന്ന് വെള്ളം കയറി വരുന്നുണ്ട്. ഇപ്പം പെട്ടെന്ന് തന്നെ ആ വെള്ളം തുപ്പിക്കളയാണ്. അങ്ങനെ വെള്ളം കടലിൽ നിന്ന് അകത്തോട്ട് കയറി വരുവാണെങ്കിൽ എന്തായാലും ബോട്ട് അധികം വൈകാതെ തന്നെ മുങ്ങിപ്പോവും. പെട്ടെന്ന് തന്നെ അവിടെ കിടന്നൊരു കപ്പ് എടുത്ത് ഈ വെള്ളം കോരി അവൻ പുറത്തോട്ട് കളയാനായിട്ട് തുടങ്ങും. അവിടെ തന്നെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. അതുവഴിയാണ് പുറത്തോട്ട് കളയുക. അങ്ങനെ രാത്രി സമയമാവാണ്. ഈ രാത്രി സമയത്ത് ഈ ബോട്ട് അങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും എഞ്ചിന്റെ പവർ ഉപയോഗിച്ചിട്ടാണ് അത് അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുമല്ല, പുറത്ത് ഇടിയും മിന്നലും മഴയും വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തോട്ട് ഈ ബോട്ട് തനിയെ തിരിഞ്ഞ് അത്രയും കാർമേഘങ്ങളുള്ള സ്ഥലത്തോട്ട് ഇതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബോട്ട് ഓടിക്കാനായിട്ട് ആരുമില്ല. പക്ഷെ ഈ ബോട്ട് സ്വന്തമായിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ ബോട്ടിൽ ആളുണ്ടോന്നും അറിയാൻ പാടില്ല. അധികം വൈകാതെ തന്നെ നല്ല രീതിയിൽ മഴ പെയ്യാനായിട്ട് തുടങ്ങും. മഴ പെയ്തതും ഈ ബോട്ടിലോട്ട് വെള്ളം ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അതുമല്ല, ഒരു തുണി കൂടെ ബാക്കിയുണ്ട്. ഇതിന്റെ ദിശ കൺട്രോൾ ചെയ്യുന്നത് വലത്തോട്ട് ഇടത്തോട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു തുണി ബാക്കിയുണ്ട്. അത് അവനെ കൊണ്ട് അഴിച്ചു കളയാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ബോട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുലുങ്ങുന്നുണ്ട്. കാരണം പുറത്ത് നല്ല രീതിയിൽ കാറ്റാണ്. ഇതിപ്പോ എങ്ങനെയെങ്കിലും അഴിച്ചു കളഞ്ഞേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവൻ ബാത്റൂമിൽ നിന്ന് ഒരു ബ്ലേഡ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ ബാത്റൂമിൽ തന്നെയുള്ള ഒരു ബ്ലേഡ്. ആ ബ്ലേഡ് എടുത്തിട്ട് പുറത്തുള്ള കയറ് അവൻ കൈയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുറിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കുറച്ചൊക്കെ മുറിയുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഈ ബോട്ട് കുലുങ്ങുമ്പോൾ അവൻ തെറിച്ച് വീഴുന്നുണ്ട്. വീണ്ടും അവൻ ശ്രമിക്കും. അവന്റെ വായിലെല്ലാം വെള്ളം കയറുന്നുണ്ട്. ആ മുകളിൽ നിന്ന് വെള്ളം വന്ന് വീണ് അവന് ശ്വാസം മുട്ടുന്ന പോലെ ആവുന്നുണ്ട്. എന്നാൽ അവൻ വിട്ടുകൊടുക്കത്തില്ല. അവൻ വീണ്ടും അത് അറക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും ആ ബോട്ടിന്റെ ഒരു കമ്പി വന്ന് അവന്റെ കയ്യിൽ കൂടെ വന്ന് വീഴുക. ആ ബ്ലേഡ് പിടിച്ച കയ്യിൽ കൂടെ വന്ന് വീഴുക. ബ്ലേഡ് അവന്റെ കയ്യിൽ പൊത്തു കയറുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ കൈ വലിക്കുകയാണ്. നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട്. രക്തം പോകുന്നുണ്ട്. കുറെ നേരം അവൻ ആ വേദന പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ പോവാണെങ്കിൽ ബോട്ട് മറിയും. അതുകൊണ്ട് തന്നെ ആ ബ്ലേഡ് എടുത്ത് വീണ്ടും അവൻ മുറിക്കാനായിട്ട് തുടങ്ങും. ആ ഒരു കയർ ഒരുപാട് വെട്ടിയിരിക്കുന്നുണ്ട്. അതായത് അത് ചെത്ത് പോയിട്ടുണ്ട്. അവൻ ബ്ലേഡ് വെച്ച് മുറിച്ച് പക്ഷെ ഇപ്പം മുറിക്കാൻ നോക്കിയിട്ട് അവൻ തെറിച്ച് താഴെ വീഴാണ്. കാരണം ബോട്ട് അനങ്ങുന്നുണ്ട്. എന്നാൽ ആ കയർ കുറെ അധികം ചെത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവസാനം ഈ കാറ്റിന്റെ ശക്തി കാരണം അത് പൊട്ടിപ്പോവാണ്. ആ തുണി എഴിഞ്ഞ് താഴെ വീഴുന്നുണ്ട്. ബോട്ടിന് ഇപ്പൊ അനക്കമൊന്നുമില്ല. എന്നാലും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ബോട്ട് ചെറുതായിട്ട് കടലിനനുസരിച്ച് കുലുങ്ങുന്നുണ്ട്. അന്നത്തെ രാത്രി അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ
ക്ഷീണത്തിൽ അവൻ അവിടെ തന്നെ കിടന്നുറങ്ങാണ്, ആ വെള്ളത്തിൽ കിടന്നുറങ്ങാണ്. പിറ്റേന്നാകുമ്പോൾ അവൻ ആ വെള്ളത്തിൽ തന്നെയാണ് കണ്ണു തുറക്കുന്നത്. അവന്റെ കഴുത്ത് ഭാഗം വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അവന് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. കാലും കൈയും എല്ലാം നല്ല രീതിയിൽ മരവിച്ചിട്ടുണ്ട്. അവൻ അതെങ്ങനെയെങ്കിലും പതിയെ പതിയെ അനക്കുന്നുണ്ട്. അവസാനം ആ ഡോർ അടിച്ചു പൊളിക്കാനായിട്ട് നോക്കും, പലതവണയായിട്ട് ചവിട്ടി പൊളിക്കാനായിട്ട് നോക്കും. ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷം അവൻ വെള്ളത്തിന്റെ അടിയിൽ പോയി അത് ഇടിച്ചു പൊളിച്ച് തെറിച്ച് വീഴാണ്. ആ ഡോർ പൊളിച്ച് അവൻ താഴെ വീണിട്ടുണ്ട്. ആ ഒരു ടോയ്ലറ്റിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. ഈ രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ അവൻ പുറത്തോട്ട് ഇറങ്ങി വരും. അവിടുന്ന് 2 സിലിണ്ടർ എടുക്കുന്നുണ്ട്. അത് വെള്ളത്തിന് മുകളിൽ എന്തായാലും പൊങ്ങി കിടക്കും. അങ്ങനത്തെ കുറച്ച് സിലിണ്ടർ എടുത്തിട്ട് അവൻ താഴെ പോയി അവൻ പൊളിച്ച ഡോർ എടുത്തോണ്ട് വന്ന് അതിന്റെ മുകളിൽ കെട്ടിവെക്കുകയാണ്. ഒരു വഞ്ചി പോലെ ആക്കിയിട്ടുണ്ട്. അവൻ ഈ ബോട്ടിൽ നിൽക്കേണ്ട, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ മതി. അങ്ങനെ അതുപോലെ ആക്കിയിട്ട് ആ വഞ്ചി എടുത്ത് താഴെ ഇട്ട് ആ ഒരു ബോട്ടിൽ തന്നെ കെട്ടിവെക്കും. ഇപ്പൊ എത്ര ദിവസം കടലിൽ ആ വഞ്ചിയിൽ പോകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ താഴെ പോയി കുറച്ചധികം ഫുഡും അവന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇതെല്ലാം എടുത്തിട്ട് അവൻ ഉണ്ടാക്കിയ വഞ്ചി എടുത്ത് ദൂരോട്ട് തുഴഞ്ഞു പോകും. എന്നാൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ ഇവൻ ഈ ബോട്ട് വിട്ടു പോകാനായിട്ട് മനസ്സ് വരുന്നില്ല. ഇവൻ വിചാരിച്ചിരുന്നത് അത് മുങ്ങിപ്പോകുന്നതാണ് കുറച്ചുകൂടെ മണിക്കൂർ കഴിയുമ്പോൾ. പക്ഷെ അതിന് അത്രയധികം പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മുങ്ങിപ്പോകാനും പോകുന്നില്ല. വീണ്ടും അവൻ ആ ബോട്ടിന് നേരെ തുഴഞ്ഞു ചെല്ലും. അവന്റെ ആ ഒരു വഞ്ചി എടുത്ത് അവിടെ കെട്ടിയിട്ടിട്ട് വീണ്ടും ബോട്ടിൽ കയറുകയാണ്. അവൻ ആ ബോട്ടിൽ കയറിയിട്ട് നേരെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ ഒരു വാട്ടർ പമ്പ് എടുക്കുന്നുണ്ട്. ഈ ബോട്ടിന്റെ അകത്ത് തന്നെ അവർ വാട്ടർ പമ്പ് വെച്ചേക്കും, വെള്ളം കയറുവാണെങ്കിൽ അടിച്ചു കളയാനായിട്ട്. ആ വാട്ടർ പമ്പ് എടുത്ത് ഓണാക്കി ബോട്ടിലുള്ള വെള്ളം പുറത്തോട്ട് അടിച്ചു കളയാണ്. അതുമല്ല, നേരത്തെ ആ വലിയ ഷിപ്പുമായിട്ട് തട്ടിയപ്പോൾ കുറച്ചധികം ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, പെയിന്റ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് വെള്ള പെയിന്റ് അടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ റേഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകും. ആരെങ്കിലും ഉണ്ടോ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് വഴി തെറ്റിപ്പോയി, ഒന്ന് സഹായിക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആർക്കും അവൻ പറയുന്നത് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും അവൻ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. വൈകുന്നേരം ആയിട്ടുണ്ട്. അവൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ആകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ ആ തുണി പിടിച്ച് കെട്ടുക. അതുകൊണ്ട് തന്നെ തുണി പിടിച്ച് കെട്ടാനായിട്ട് അതിന്റെ മുകളിലോട്ട് കയറിപ്പോവും. അങ്ങനെ അവൻ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും, ആ മുകളിൽ ഇരിക്കുമ്പോഴായിരിക്കും ദൂരെ ഒരു ഷിപ്പ് പോകുന്നതായിട്ട് അവൻ കാണുന്നത്. അവരെ വിവരം അറിയുകയാണെങ്കിൽ അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം. അതുകൊണ്ട് തന്നെ അവൻ എത്രയും പെട്ടെന്ന് ആ ഒരു ബോട്ടിൽ നിന്ന് ഇറങ്ങി അവന്റെ വഞ്ചിയിൽ കയറി ആ വഞ്ചി തുഴഞ്ഞ് ആ ഒരു ഷിപ്പിന്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ച് ദൂരം പോകുമ്പോൾ ഇവൻ എന്തൊരു സംശയം തോന്നി പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും നേരം ഓഫായിട്ട് കിടന്ന ആ ഒരു ബോട്ടില് ആ ബോട്ട് അവന്റെ നേരെ വരുന്നുണ്ട്. അവനെ ഇടിക്കാൻ വരുന്നത് പോലെ അവന്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ വഞ്ചിയിൽ നിന്ന് ചാടി കടലിലോട്ട് വീഴുകയാണ്. ജസ്റ്റ് മിസ്സിനാണ് അവൻ രക്ഷപ്പെട്ടത്. ആ ബോട്ട് വന്ന് വഞ്ചിയിൽ ഇടിച്ചു. ഈ സംഭവം നടന്നത് കൊണ്ട് തന്നെ അവൻ ആ ഷിപ്പിന് വിവരം അറിയിക്കാനായിട്ട് സാധിച്ചില്ല. എന്തായാലും അവൻ അന്ന് രാത്രി ആ ബോട്ടിൽ കയറുന്നില്ല, പകരം കടലിൽ തന്നെ അങ്ങനെ കിടക്കുകയാണ്. ഇനി ചത്താലും ആ ബോട്ടിൽ കയറത്തില്ല എന്നുള്ള വാശിയാണ് അവന്റെ മനസ്സിൽ. അങ്ങനെ അവൻ തണുത്ത് വിറച്ച് ആ രാത്രി ആ കടലിൽ കിടക്കുമ്പോൾ അവന്റെ കാലിൽ എന്തോ വന്ന് തട്ടുന്നുണ്ട്. അവൻ ആദ്യം ഒന്ന് പേടിച്ചു പോവെങ്കിലും അത് മറ്റൊന്നുമല്ല, അത് ഡോൾഫിനാണ്. ആ ഡോൾഫിൻസ് വന്ന് അവനോട് നല്ല സ്നേഹത്തിൽ പെരുമാറുകയാണ്. കുറച്ചു നേരം നല്ല സ്നേഹത്തിൽ പെരുമാറിയിട്ട് ഈ ഡോൾഫിൻസ് എന്തോ കണ്ട് പേടിച്ചതുപോലെ അവിടെ നിന്ന് മാറിപ്പോവും. ഇവൻ എന്താ കാര്യമൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആ ബോട്ടാണ്. ആ ബോട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവന്റെ മുമ്പിൽ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഇവന് നല്ല തണുപ്പെടുക്കുന്നുണ്ട്. എന്തായാലും ഈ കടലിൽ കിടന്നാൽ മരിച്ചു പോകും. അതുമല്ല എന്തെങ്കിലും വന്ന് അവനെ ആക്രമിച്ചാലോ, ആ ഒരു പേടിയിൽ അവസാനം അവൻ ആ ബോട്ടിൽ തന്നെ കയറുകയാണ്. അവന്റെ വാശിയെല്ലാം മാറ്റി വെച്ചിട്ട് അവൻ ബോട്ടിൽ കയറിയപ്പോഴാവട്ടെ ആകെ തണുപ്പാണ്. ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നില്ലേ. അവസാനം അവൻ ബോട്ടിന്റെ അടിയിലോട്ട് ഇറങ്ങി ചെന്നിട്ട് അവിടുത്തെ ഒരു റൂമിൽ കയറി ഏതോ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് മൂടി അവിടുത്തെ കട്ടിൽ അങ്ങനെ കിടക്കുകയാണ്, ഒരു ടോർച്ചൊക്കെ കത്തിച്ചുകൊണ്ട്. അന്നത്തെ രാത്രി അവൻ അവിടെ കിടന്ന് ഉറങ്ങി പോകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ ഞെട്ടി എണീക്കുകയാണ്. എണീറ്റ് ഉടനെ അവൻ പുറത്തോട്ട് ഇറങ്ങി പോകാനായിട്ട് നോക്കും. പക്ഷേ പുറത്തോട്ട് പോകാനായിട്ട് നോക്കുമ്പോൾ ആ ഡോറ് തുറക്കാനായിട്ട് പറ്റുന്നില്ല. അവൻ ആ ടോയ്ലറ്റിൽ കുടുങ്ങിയതുപോലെ ഈ റൂമിന്റെ ഡോറും പൂട്ടിയിട്ടിരിക്കുന്നു. അവൻ ആകെ ദേഷ്യം വന്നത് അടിച്ചു പൊളിക്കാനായിട്ട് നോക്കുമെങ്കിലും അത് നടക്കുന്നില്ല. പലതവണയായിട്ട് അവൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്, അത് നടക്കുന്നില്ല. എന്നാൽ ആ റൂമിൽ തന്നെ വേറൊരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു ഡോറുണ്ട്. അത് ടോയ്ലറ്റിന്റെ ഡോറാണ്. അവൻ പതിയെ ടോയ്ലറ്റിലോട്ട് കയറി നോക്കും. അങ്ങനെ ടോയ്ലറ്റിന്റെ ആ ഒരു അടപ്പടച്ച് നോക്കുമ്പോഴായിരിക്കും അവിടെ ചെറിയൊരു ഡ്രോയർ പോലത്തെ സംഭവം കാണാം, ചെറിയൊരു ഓപ്പണിങ്. അത് തുറക്കും എങ്ങനെയെങ്കിലൊക്കെ. അത് തുറക്കുമ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് സ്ഥലമുണ്ട്. പതിയെ അവൻ പിടിച്ച് ആ ഒരു ഓപ്പണിംഗ് വഴി പുറത്തോട്ട് ഇറങ്ങുകയാണ്. എന്നാൽ അവന്റെ മുകളിൽ തന്നെ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് തുറന്നിട്ടേ അവന് പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ തുറക്കാനായിട്ട് നോക്കും, എന്നാൽ അത് തുറക്കുന്നില്ല. അവൻ ഒരുപാട് ശക്തി എടുത്ത് തുറക്കാനായിട്ട് നോക്കും, നടക്കുന്നില്ല. ഇവന്റെ ശരീരം മൊത്തം ആ ഹോളിൽ നിന്ന് ആ ഒരു സ്ഥലത്തോട്ട് മാത്രമായിട്ടാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് അവൻ നല്ല ശക്തിയിൽ ആ ഒരു വാതിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് ജനൽ തുറക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. പെട്ടെന്നായിരിക്കും അവൻ കയറി വന്ന ആ ഒരു ഓപ്പണിങ് അങ്ങ് അടയുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് അടഞ്ഞു. അവൻ അത് ചവിട്ടി തുറക്കാനായിട്ട് നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. മുകളിലുള്ള ഗ്ലാസ് തുറക്കാനായിട്ട് നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. വല്ലാത്തൊരു പെട്ട അവസ്ഥയായി പോയി. അതുമല്ല, ഈ ബോട്ട് നല്ല വേഗതയിൽ കരയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓടി പോകുന്നത് പോലെ. അല്ലെങ്കിൽ ഈ ബോട്ടിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലോ അതൊന്നും അവന് അറിയത്തില്ല. അവസാനം ഇവ അതിനകത്ത് കിടന്ന് അവന് ശ്വാസം മുട്ടുന്ന അവസ്ഥയായിട്ടുണ്ട്, മരണപ്പെടും എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. അവ എന്നിട്ടും വിടത്തില്ല, അത് തുറക്കാനായിട്ട് നോക്കും. എവിടെ അത് തുറക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല. എന്തായാലും ഇത്രയും നേരം വേഗതയിൽ ഓടിക്കൊണ്ടിരുന്ന ബോട്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് വന്ന് ഡ്രിഫ്റ്റായി അങ്ങനെ നിൽക്കുകയാണ്. എഞ്ചിനെല്ലാം താനെ ഓഫ് ആവുന്നുണ്ട്. ഇപ്പം നമ്മുടെ കഥാനായകനെ കാണിക്കുകയാണെങ്കിൽ അവൻ അതിനകത്ത് പെട്ട് കിടക്കുമായിരുന്നല്ലോ. ഈ ബോട്ട് നിന്നതും അതിനകത്തുള്ള ഡോറ് താനെ ഓപ്പൺ
ഓപ്പൺ ആവുകയാണ്. അവൻ വന്ന ഡോറ് താനെ ഓപ്പൺ ആവുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ അതുവഴി പുറത്തോട്ടിറങ്ങും. അവൻ ആ റൂമിൽ വരുന്നുണ്ട്. അവൻ പതിയെ ആ ഒരു ഡോറ് തുറക്കാനായിട്ട് നോക്കുമ്പോൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതുപോലെയല്ല, അത് അത്ര എളുപ്പമായിട്ട് തുറന്നിട്ടുണ്ട്. പതിയെ അത് തുറന്നിട്ട് അവൻ പതിയെ പതിയെ പുറത്തോട്ടിറങ്ങി ചെല്ലും. അവൻ അങ്ങനെ ബോട്ടിന്റെ മുകളിൽ വരുമ്പോൾ ബോട്ടിന്റെ ചുറ്റുഭാഗത്തും ആരെയും കാണാനില്ല. പക്ഷെ അവൻ കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ട്. അവൻ പതിയെ പതിയെ കരയിലോട്ടിറങ്ങി നടന്നു പോവാണ്. ഈ ബോട്ട് ഓടിച്ചോണ്ട് വന്നവനെ കിട്ടിയാൽ അവനെ അടിച്ചു കൊല്ലും. ഈ ബോട്ട് ഓടിച്ചോണ്ട് വന്നവൻ ഈ ഒരു ചുറ്റുഭാഗത്ത് എവിടെ ഉണ്ട്, അവനെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവിടെ നിന്ന് വലിയൊരു കമ്പി എടുക്കുന്നുണ്ട്. ആ ഒരു താഴെ കിടന്നൊരു കമ്പിയാണ്. ആ കമ്പി എടുത്ത് അവനെ അടിക്കാനായിട്ട് അവിടെ എല്ലാം പരതി നടക്കും. എന്നാൽ എത്ര പരതിയിട്ടും അവനെ കാണുന്നില്ല. ആരാണ് ഈ ബോട്ട് കൊണ്ടുവന്നത് അതൊന്നും അറിയത്തില്ല. ആകെ കൺഫ്യൂഷനിൽ അവൻ തിരിച്ച് ആ ബോട്ടിന്റെ അടുത്ത് വരുമ്പോൾ ഈ ബോട്ടാണെങ്കിൽ താനെ അനങ്ങുന്നു. അത് താനെ അവിടെ നിന്ന് മാറി മാറി പോവാണ്. അതും എഞ്ചിൻ ഓണായി അതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ താനെ തിരിഞ്ഞു അതുപോലെ പോകുന്നു. ഇത് കണ്ട് അവൻ ആകെ അമ്പരന്ന് പോവാണ്. ഈ ബോട്ട് പോകുന്നതനുസരിച്ച് അവൻ അതിന്റെ പിന്നാലെ ഓടി പോകുന്നുണ്ട്. ഈ ബോട്ട് എങ്ങോട്ടാണ് പോണെന്ന് അറിയാനായിട്ട്. എന്നാൽ അവൻ കുറച്ചു ദൂരം ഇതിന്റെ പിന്നാലെ ബിൽഡിംഗ് വഴി പോയി നോക്കുമ്പോൾ, കര വഴി പോയി നോക്കുമ്പോൾ ആ ബോട്ടിനെ കാണാനില്ല. അത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോയി. ഇവനിപ്പോ ഇവിടെ എന്താ നടന്നത്, ആ ബോട്ട് ആരാണ് ഓട്ടിച്ചോണ്ട് പോയത് ഒന്നും അറിയത്തില്ല. ഇവനാകെ അമ്പരപ്പെട്ട് അങ്ങ് ഇല്ലാണ്ടായി നിന്ന് പോയതാണ്. പിന്നീട് അവൻ ഇവിടെ എന്താണ് നടന്നതെന്ന് അറിയാൻ പാടില്ലാതെ അവൻ നടന്ന് ഇവൻ ആദ്യമായിട്ട് യാത്ര തിരിച്ച സ്ഥലത്ത് ചെല്ലും. അവൻ ബോട്ട് എടുത്തോണ്ട് പോയ ആ ഒരു സ്ഥലത്ത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവൻ എടുത്തോണ്ട് പോയ ബോട്ട് അവിടെ തന്നെ ഉണ്ട്. അത് തിരിച്ച് അവിടെ ആരോ കൊണ്ടുവന്ന് കെട്ടിയിട്ടതുപോലെ. ഇവനെ അറിയില്ല ഇവിടെ എന്താണ് നടന്നത്, ആരാണ് അവനെ കളിപ്പിച്ചത് ഒന്നും അറിയാൻ പാടില്ല. ഇവൻ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നതും നമ്മളെ ക്യാമറ വഴി ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തിന് പുറത്തോട്ടുള്ള കടൽ കാണിക്കുകയാണെങ്കിൽ ആ കടലിൽ തന്നെ ഇവൻ കയറിയ ബോട്ട് ആരെയോ കാത്തുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. ഇനി അതിന്റെ അടുത്ത ഇരയെ കാത്തുകൊണ്ടാണ് അത് അവിടെ നിൽക്കുന്നത്. ഇവനോട് ഒരു മനുഷ്യരും അല്ല അങ്ങനെ കാണിച്ചത്, അതൊരു പ്രേത ബോട്ടായിരുന്നു. ആ ബോട്ടിൽ ഏതോ ഒരു പ്രേതമുണ്ട്. ആ ബോട്ട് സ്വന്തമായിട്ട് മനുഷ്യരെ പറ്റിക്കുന്നതാണ്, അല്ലാതെ വേറൊരു മനുഷ്യന്മാരും പറ്റിക്കുന്നതല്ല. അതൊരു പ്രേത ബോട്ടാണ്. എന്തായാലും ആ ബോട്ട് അടുത്ത ഇരേനെ തേടി നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.